പഴനിയിൽ പോകുന്ന 99% ആളുകൾക്കും പോകാത്ത ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. പഴനി മലയോളം തന്നെ പ്രാധാന്യമുള്ള ഒരു മലയാണ് ഇടുമൻ മല. ഇന്നത്തെ യാത്ര ഇടുമൻ മലയിലോട്ടാണ്. പഴനി മലയിലോട്ട് സാധാരണയായി കയറുന്ന സ്റ്റെപ്പിനും ഇടതുവശത്തു കൂടെയുള്ള വഴിയിലൂടെ ഒരു 600 മീറ്റർ സഞ്ചരിച്ച ഈ മലയിലെത്താം. ദേവസ്വം ബോർഡിൻ്റെ ഷട്ടിൽ വണ്ടികൾ ഒരുപാടെണ്ണം ഇതുവഴി ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. റോപ്പ് വേയിലേക്കുള്ള വാഹനങ്ങളായിരിക്കും. അതിൽ കയറിയിട്ട് ഇവിടെ എത്താം. മനോഹരമായ ക്ഷേത്രത്തിൻ്റെ വേറൊരു വശം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. വലിയ ആല് പടർന്ന് പന്തലിച്ചും അതിന് ചുറ്റുമുള്ള മതിൽക്കെട്ടും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് കാണുന്ന ഈ വേലൻ വ്യൂ പോയിൻ്റ് എന്ന് എഴുതിയ ആ വഴിയിലൂടെ വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. ഉള്ളിൽ പോയ ശേഷം ഒരു 600 മീറ്റർ റോഡിലൂടെ നടന്ന് സഞ്ചരിച്ച ശേഷം ബാക്കി സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇനി അമ്പലത്തിലോട്ട് പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടും ഒരുപാട് ലോഡ്ജുകളും ഹോട്ടലുകളും എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേയും ഡ്രിങ്ക്സും ഒക്കെ ഇവിടെ അത്യാവശ്യം കിട്ടും. ഈ അടുത്തായിട്ടാണ് ഇവിടങ്ങളിലെ ലോഡ്ജുകളെല്ലാം പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് പുതിയ ലോഡ്ജിൽ സ്റ്റേ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളിതാ ആ കാണുന്ന മലയ്ക്കും തൊട്ടരികിൽ എത്തിയിട്ടുണ്ട്. ആ നേരെ കാണുന്ന മലയാണ് ഇടുമൻ മല. കുറേ വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ഭിക്ഷക്കാരൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഈ പഴനി എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയിലും ഒരുപാട് പേര് കാണാറുണ്ട്. മലയ്ക്ക് താഴെയുള്ള ഒരു കുഞ്ഞു പെട്ടിക്കടയിൽ നമ്മൾ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ചാൽ ഫ്രീ ആണ് കേട്ടോ, ചെരുപ്പ് വയ്ക്കാം. ഇവിടെ ഇടുമ്പൻ സ്വാമിക്ക് പ്രധാനമായും കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ചുരുട്ടും ചന്ദനത്തിരിയും കർപ്പൂരവും. ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടും ചുരുട്ടാണ് പ്രധാനം എന്നാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗശാന്തിക്കും അതുപോലെ തന്നെ ഇഷ്ടലബ്ധിക്കൊക്കെ ഈ ചുരുട്ടാണ് സ്വാമിക്ക് സമർപ്പിക്കുക എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പഴനി വരുന്നവർ മിക്കവാറും ഇടുമമലയിൽ പോയിട്ട് വരണമെന്ന് പറയുമെങ്കിലും ഐതിഹ്യമായി പറയുമെങ്കിലും ആരും പോകാറില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പോകുന്ന വഴി തന്നെ ഒരുപാട് കാട്ടുമുല്ല ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. താഴത്തു നിന്ന് തന്നെ പഴനിമല കാണാവുന്നതാണെങ്കിലും ഓരോ സ്റ്റെപ്പും കയറി മേലിലെത്തുമ്പോൾ പഴനിമലയുടെ ഭംഗി മാറി മാറി വരികയാണ്. എന്ത് ഭംഗിയാണെന്ന് അറിയോ മേലെന്ന് കാണാൻ. അതുപോലെ തന്നെ താഴെ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ പോലെയുള്ള വീടുകൾ കാണാനും നല്ല ഭംഗിയാണ്. പെട്ടിയല്ല കേട്ടോ, അത് മേലെന്ന് നോക്കുമ്പോൾ വീടുകളെല്ലാം ചെറുതായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ ആ കൊടൈക്കനാൽ മലനിരകളും ദൂരെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ താഴത്ത് തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയണം. ഈ താഴത്ത് പഴനിമലയിൽ പോകുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു പാർക്കിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ റോപ്പ് വേ ഇല്ലേ, റോപ്പ് വേ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും നല്ലൊരു ഉപകാരമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഈ ഇടുമ്പൻ മലയുടെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ കാറ് വെച്ചിട്ടൊക്കെ റോപ്പ് വേയിൽ പോകാം. അതുപോലെ തന്നെ അമ്പലത്തിലും എത്താം. അങ്ങനെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. പഴനിമലയുടെ ആ ഒരു ഗംഭീരത ഒന്നും ഇല്ലെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു അമ്പലം. അതുപോലെ തന്നെ ഇതിൻ്റെ പഴമയും അതുപോലെ തന്നെ ഐതിഹ്യം അറിയുന്ന കുറേ പേര് ഇവിടെ വന്നിട്ട് പോകാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളും ഈ അറിഞ്ഞിട്ട് ഇവിടെ വന്നത് കേട്ടോ. പണ്ടത്തെ വീടാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആസി ബിൽഡിങ്ങിലാണ് ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ സംശയിച്ചു പോകും ഇതൊരു ക്ഷേത്രമാണോ എന്ന്. ചുറ്റും ആളുകൾ അവരുടെ പേരുകളെല്ലാം കുത്തിക്കോറി ഇട്ടിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഇവിടെയും സാമൂഹ്യ വിരുദ്ധരും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായും ക്ഷേത്രത്തിൻ്റെ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. ഇവിടെ പഴനിയെപ്പോലെ തിരക്കില്ല. അതുപോലെ തന്നെ അനാവശ്യ ആൾക്കാരും ഇല്ല, കുരങ്ങന്മാരും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അമ്പലവും പ്രദക്ഷിണവും എല്ലാം ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് നല്ല പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ കാഴ്ചകൾ കണ്ടിട്ട് ഇരിക്കാൻ പറ്റും അവിടെ. ക്ഷേത്രത്തിന് ചുറ്റും വലിയ കൽമതിലുകൾ പണിതിട്ടുണ്ട്. അത് അങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ തന്നെയായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മലകളിലെല്ലാം നിറയെ പാറക്കെട്ടുകളുണ്ട്. അങ്ങോട്ട് കയറി ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം അപകടം വരുത്താൻ എത്ര എളുപ്പമെന്നറിയോ ഈ പാറകളുടെ മുന്നിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കലെല്ലാം. പിന്നെ ആ കാണുന്നതാണ് ഇടുമൻ ക്ഷേത്രക്കുളം. ഇവിടെ കണ്ടില്ലേ ഈ പനോരമിക് കാഴ്ചകൾ കാണാൻ എന്ത് ഭംഗിയാണ്. അതായത് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് ആരോ കൊണ്ടുവച്ച മലകൾ പോലെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കൊടൈക്കനാൽ മലകൾ പിന്നെ പറയണ്ടല്ലോ, അത് മാറി കാണുന്നുണ്ട്. അപ്പോൾ ഈ കുളത്തിന് ചുറ്റും കുറേ പെട്ടിയായിട്ടുള്ള വീടുകൾ. പെട്ടി എന്ന് ഞാൻ വീണ്ടും പറയുന്നത് ആ ഷേപ്പിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ മേലെന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്.
ഇത്രയും ഭംഗിയുള്ള സ്ഥലവും ക്ഷേത്രവും എന്തുകൊണ്ട് നമ്മളെല്ലാവരും അവഗണിച്ചു എന്നാണ് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യം കേട്ടോ. എന്ത് തന്നെയാണ് ഇനി പഴനിയിൽ വരുന്നവർ ഇതുപോലെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി ഈ ഇടുമ്പൻ മലയിലോട്ട് വരണം. ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ അവരെല്ലാം അർച്ചന ചെയ്തിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം തന്നു. ക്ഷേത്രങ്ങൾ കാണുന്ന പ്രതിഷ്ഠയേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. എന്ത് മാറാ രോഗമോ അസുഖമോ എന്തെങ്കിലും ബാധിച്ച് ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഇടുമ്പർ സ്വാമി പെട്ടെന്ന് അത് മാറ്റിക്കൊടുക്കുക എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഒരിക്കൽ അഗസ്ത്യമുനി തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി ഇടുമ്പനോട് ശക്തിഗിരിയും ശിവഗിരി മലയും തൻ്റെ വാസസ്ഥലത്തിലെത്തിക്കുവാൻ നിർദ്ദേശിക്കുകയുണ്ടായി. മുനിയുടെ ആവശ്യപ്രകാരം ഇടുമ്പർ ആ 2 മലകളെയും തുരന്നെടുത്ത് തൻ്റെ തോളിൽ വലിയൊരു കമ്പും കയറിലുമായി ബന്ധിച്ച് തോളിൽ തൂക്കി വന്നു. വഴിമധ്യേ ക്ഷീണിതനായ ഇടുമ്പർ ആ മലകൾ 2യും ഇറക്കി വെച്ച് കുറച്ചു നേരം വിശ്രമിച്ച സമയത്താണ് ശ്രീമുരുകൻ ജ്ഞാനപ്പഴം ലഭിക്കാത്തതിനെ തുടർന്ന് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയമായിരുന്നു. അദ്ദേഹം ഈ മലകൾ കണ്ട് ഒരു മലയിൽ കയറി ഇരുന്നു. ക്ഷീണം മാറി എണീറ്റ ഇടുമ്പർ നോക്കിയപ്പോൾ മുരുകൻ ദൈ മലയ്ക്ക് മുകളിലിരിക്കുന്നു. മാറാൻ പറഞ്ഞിട്ട് മാറുന്നില്ല. അവസാനം അവർ തമ്മിൽ വഴക്കായി യുദ്ധമായി. യുദ്ധത്തിന് അവസാനം ഇടുമ്പർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കൊല്ലപ്പെട്ടതിന് ശേഷം അഗസ്ത്യമുനിയുടെയും ഭാര്യ ഇടുമ്പിയുടെയും ആവശ്യപ്രകാരം ഇടുമ്പരെ വീണ്ടും മുരുകൻ ജീവൻ തിരിച്ചു നൽകുകയും തൻ്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലകനായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ മുരുകനെ കാണാൻ വരുന്ന ഓരോ ഭക്തരും ആദ്യം ഇടുമ്പരെ കണ്ട് അനുവാദം ചോദിച്ചിട്ട് മാത്രമേ കോവിലിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. അന്ന് ഇടുമ്പർ 2 മലകളെയും ചുമന്നു വന്ന ആ കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഭക്തർ കാവടി തോളിലേന്തി പഴനിമല ചവിട്ടുന്നത്. വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ആദ്യകാലങ്ങളിലെല്ലാം അവർ പോയിരുന്നത് ആദ്യം ഇടുമ്പൻ മലയിൽ പോയി അനുവാദം ചോദിച്ച് തിരിച്ച് പഴനിയിൽ വന്ന് വീണ്ടും പഴനിമല ചവിട്ടിയാണ് പഴനി ദർശനം നടത്തിയിരുന്നത്. മലയുടെ പല ഭാഗത്തും കള്ളിമുൾ ചെടികൾ നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൽ തന്നെ ആളുകളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ജീവിതം ഒരുപോലെയില്ലെന്ന് കാണിക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അന്നെന്നുള്ള ജീവിത ചെലവിനായിട്ടുള്ള വകകൾ കണ്ടെത്തുന്ന ഒരുപാട് പേരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവരെ ഒന്ന് സഹായിക്കാൻ പറ്റിയ അത്രയും നല്ല കാര്യം തന്നെയാട്ടോ. കൊടൈക്കനാൽ മലകളുടെ ഒരു ഫുൾ വ്യൂ കാണുന്നുണ്ടെങ്കിൽ ഈ മലയിൽ തന്നെ വരണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുകൂടാതെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.